ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ വീഡിയോ സ്രാവ് കറിയാണ്. നല്ല നാടൻ വറുത്തരച്ച് സ്രാവ് കറിയാണ്. വളരെ രുചികരമായ ഒരു സ്രാവ് കറി നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. കഴുകി ക്ലീൻ ചെയ്തെടുത്ത 1/2 കിലോ സ്രാവാണിത്. വലിയ സ്രാവാണ് കേട്ടോ. ചെറിയ പീസുകളാക്കി മുറിച്ചെടുത്ത് ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇടാം. ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ കുടംപുളിയാണ് കേട്ടോ. കുടംപുളിയാണ് ഇതിന് രുചികരമായിട്ട് കിട്ടുന്നത്. അതിനാണ് ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച 2 കുടംപുളിയാണ്. ആ കുടംപുളി പകുതി കഷ്ണങ്ങളും അതിൻ്റെ നീരും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങയാണ്. ഞാനിവിടെ കുറച്ചധികം തന്നെ കറി വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും തേങ്ങ എടുത്തത്. നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 10 ചുവന്നുള്ളിയും ഒരു 6 വെളുത്തുള്ളി അല്ലിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ മറക്കല്ലേ. 2-3 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമല്ലി ഇതിന് വളരെ രുചികരമായ ഒന്നാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരും. തീ ലോ ഫ്ലെയിമിലിട്ട് വളരെ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കണമെങ്കിൽ അങ്ങനെയും ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ഒരു 10 മിനിറ്റ് നേരം കൂടി ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ വേണം ഇതൊന്ന് വറുത്ത് കൊടുക്കാൻ. വളരെ രുചികരമാണ് ഇങ്ങനെ ഒന്ന് വറുത്ത് എടുക്കുമ്പോൾ. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്രാവ് നമ്മളിതാ ഇവിടെ ചട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. മിക്സിയിൽ അരച്ചെടുത്ത നമ്മുടെ ഈ തേങ്ങ നമുക്ക് ഈ സ്രാവിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ചട്ടിയുടെ മൂടി തുറന്നതിന് ശേഷം മിക്സിയുടെ ജാറിൽ നിന്നും തേങ്ങ വറുത്ത് അരച്ചത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മൺചട്ടിയിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതാ ഇവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ രുചികരമായ ഒരു സ്രാവ് കറിയാണ് കേട്ടോ. ഒന്ന് മൂടി വെച്ച് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിക്കാം. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ സ്രാവ് കറി ഇവിടെ റെഡിയായിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതൊന്ന് താളിച്ച് കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് താളിക്കാം. ഞാൻ വീണ്ടും ഉപ്പുണ്ടാന്ന് നോക്കുകയാണ് കേട്ടോ. നല്ല ഉപ്പൊക്കെ ഉണ്ട്. ഇതാ ഒരു കടായി വെച്ച് ചൂടായിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളൊരു 10 എണ്ണം അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയിട്ട് നമ്മുടെ ഈ സ്രാവ് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഇതുകൊണ്ട് താളിക്കുകയാണ്. വളരെ രുചികരമായ നമ്മുടെ ഈ സ്രാവ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എത്ര ചോറ് തിന്നാലും മതിയാവില്ല നമുക്ക് ഈ സ്രാവ് കറി കൂട്ടിയിട്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.